പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ. അർച്ചിച്ചോളൂ. ഇനി ആവാഹനം എന്ന ക്രിയയാണ്. ആവാഹനം എന്ന് പറഞ്ഞാൽ ദേവി ശക്തിയെ, ലക്ഷ്മി ഭഗവതിയെ നമ്മുടെ മുമ്പിലുള്ള വിളക്കിലേക്ക് ആവാഹിക്കുകയാണ്. ആവാഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ പൂവെടുക്കുക, 2 3 ഇതെടുക്കുക, കയ്യിൽ ചേർത്ത് പിടിക്കുക, ഒന്ന് ഭൂമിയിൽ തൊടിയിക്കുക. ഇനി മനസ്സ് സങ്കല്പിക്കുക, നമ്മുടെ ശരീരത്തിൽ ആത്മീയ ശക്തി ഉള്ളത് മൂലാധാരം എന്ന് പറയും. അതായത് നമ്മുടെ ഏറ്റവും അടിയിൽ നട്ടെല്ലിന് താഴെ ആയിട്ടാണ് ഈ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയും. അവിടെയാണ് ആ ഈശ്വര ചൈതന്യം ഉള്ളത്. ആ ഈശ്വര ചൈതന്യം നമ്മുടെ സുഷുമ്നാനാഡിയിലൂടെ മുകളിലേക്ക് വരുന്നു എന്നും അത് ഹൃദയത്തിലെത്തി ഉപചാരം സ്വീകരിച്ച് സഹസ്രാരപത്മം എന്നറിയുന്ന ശിരസിന് മുകളിൽ എത്തി നോക്കിയ അമ്മയുടെ കാൽവിരലുകളിലെ മോതിരങ്ങൾ അണിയിക്കണമെന്ന് സങ്കല്പിക്കും. രത്നമോതിരങ്ങള്, സ്വർണ്ണമോതിരങ്ങള്, വെള്ളിമോതിരങ്ങള്, പവിഴമോതിരങ്ങളൊക്കെ അമ്മയുടെ കാൽവിരലുകളിൽ ചാർത്തുമെന്ന് സങ്കല്പിക്കാം. പാദസ്വരങ്ങള്, ചിലങ്കകള്, തളകള് ഒക്കെ അമ്മയുടെ പാദങ്ങളിൽ അണിയിക്കണമെന്ന് സങ്കല്പിക്കാം. തങ്കത്തളകള്, സ്വർണ്ണപാദസ്വരങ്ങള്, വെള്ളി പാദസ്വരങ്ങളൊക്കെ അമ്മയുടെ പാദങ്ങളിൽ ചാർത്തുന്നു. ജയ ജഗദീശ്വരിയേ തിരുവാതാചലവാസിനിതായേ ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ചണ്ഡമുണ്ടാർദിനി ചണ്ഡിക ഭൈരവി ഭവഭയഭീതി ഹരേ ദേവി ഭവഭയഭീതി ഹരേ സുംഭനി സുംഭനി ധ്വംസിനി ഭാരതി സുംഭനി സുംഭനി ധ്വംസിനി ഭാരതി ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ഗർഗകപാലിനി ത്രിഭുവന സുന്ദരി ശൈലനികുഞ്ജഗതേ ദേവി സകല കലാനിലയേ പ്രണത സുരാസുരമഭയവരപ്രദ പ്രണത സുരാസുരമഭയവരപ്രദ ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ദേവി ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ശിവ ശരണം മേ തവ ചരണയുഗം ഹരിഹരസുതനേ ആശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം സ്വാമി ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം അമ്മേ ശരണം മേ തവ ചരണയുഗം സർവത്ര ദേവി നാമസങ്കീർത്തനം മഹാദേവി നമഃ.